BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ. അതെ, വട്ടിയൂർക്കാവ് വളരെ മുന്നേ തന്നെ വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ്. അതിശക്തമായ ത്രികോണം മത്സരം നടന്നു. അതുപോലെ തന്നെ മുമ്പ് കോൺഗ്രസിലെ കെ മുരളീധരനാണ് ഈ മണ്ഡലം കൈവശം വെച്ചിരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ വടകരയിലേക്ക് വിട്ടത്. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി അദ്ദേഹത്തെ തെക്കും വടക്ക് വിട്ട് ഓടിച്ചു. ഒടുവിൽ തൃശ്ശൂർ കൊണ്ടുവന്ന് നേമത്ത് തോൽവിയുണ്ടായി, തൃശ്ശൂരിലും തോൽപ്പിച്ചിരുത്തുകയാണ് ചെയ്തത്. കൂടെയുള്ളവർ തന്നെ കാലുവാരിയെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ ചാർജ് കെ മുരളീധരനാണ് വന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു 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 മാന്യമായ വിജയം കോൺഗ്രസിന് കിട്ടി. 10 എന്ന് പറയുന്ന ആ സംഖ്യയിൽ നിന്ന് നേരെ ഇരട്ടിയിലേക്ക് കടന്നു. അത് മുരളീധരൻ്റെ ഒരു അധ്വാനം തന്നെയാണ്. മുരളീധരന് ഈ തിരുവനന്തപുരവും വട്ടിയൂർക്കാവും ഒക്കെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കും എന്ന്. ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത് എന്ന് ചുരുക്കം. അതെ. പക്ഷേ ഇനി കെ മുരളീധരൻ്റെ ബുദ്ധി തിരുവനന്തപുരത്ത് വിലപ്പോവുകയില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ ബുദ്ധിരാക്ഷസനാണ്. അതുകൊണ്ട് ഞാൻ നേമത്തെ അഹങ്കരിച്ച് നടന്നു. നേമത്ത് ഞാൻ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹം പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് വള്ളിയിൽ ചുറ്റിപ്പോയത്. ജയിച്ചിട്ടില്ല. അതോ വടക്കാഞ്ചേരിയിലെ കൊടുവള്ളിയിലോ അദ്ദേഹം കേരളത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ മന്ത്രി പരാജയം. ഇതുവരെയും മന്ത്രി പരാജയപ്പെട്ടിട്ടില്ല കേരളത്തിൽ. പക്ഷെ അന്നത്തെ മുരളീധരനിൽ നിന്ന് ഇന്ന് മുരളീധരൻ ഒരുപാട് മാറിപ്പോയി. അന്ന് വടക്കാഞ്ചേരിയിൽ വോട്ട് പിടിച്ചത് തന്നെ പിന്നെ കാറിനകത്തുനിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു, ഗ്ലാസ് പോലും താക്കുന്നില്ലായിരുന്നു. അത് ദുബായിൽ നിന്ന് വന്ന മോഡലായിരിക്കും. പക്ഷെ ഇപ്പൊ ചാർജ് കൊടുത്തിരുന്നു എങ്കിലും ഒരു ഡബിള് ഇവിടെ കൗൺസിൽ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെ സാഹചര്യങ്ങൾ വേറെയാണ്. ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പോലെയല്ല ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ്. വട്ടിയൂർക്കാവ് തികച്ചും സംഘപരിവാറിന് വേരോട്ടമുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം കേരളത്തിൽ നിയമം എങ്ങനെയാണോ അതേ ഈക്വലൻ്റ് സംഘടനാശേഷി വിവിധ പരിവാർ പ്രസ്ഥാനത്തിന് വട്ടിയൂർക്കാവിലുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് അസംബ്ലിയിൽ വരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. കാരണം ഒന്ന്, അദ്ദേഹത്തിന് തന്നെ KPCCക്കകത്ത് എതിരുണ്ട്. 2, ഭാരതീയ ജനതാ പാർട്ടി നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച വ്യക്തിയാണ്. അതെ, അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മനസ്സിനകത്ത് അവർ ബ്രെയിനിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മുരളീധരൻ എവിടെ നിന്നാലും ഓടിച്ചിട്ട് തോൽപ്പിക്കുന്ന മാത്രമല്ല ദയനീയ പരാജയപ്പെടുത്തും. അപ്പം എന്തായാലും അവർ വിചാരിക്കണ എന്താ, UDF അധികാരത്തിൽ വരും, നല്ലൊരു മന്ത്രി മുരളീധരന് കിട്ടും, വട്ടിയൂർക്കാവിനെ പൊന്നുപോലെ ഞാൻ നോക്കും. അതൊന്നും മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നീണ്ട 20 വർഷത്തിനപ്പുറത്തൊക്കെയാണ്. മാളയിലെ മാണിക്യം, നേമത്തെ വിടുകയില്ല, നേമത്തുനിന്ന് രാജിവെക്കുകയില്ല, എന്തെല്ലാം വർത്താനങ്ങൾ. അതൊന്നും ഇനി കേരളത്തിലെ ന്യൂജൻ യുവതലമുറ, കേരളത്തിലെ പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് ജനത ഇനി അത് ശിരസാവഹിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് വോട്ടിച്ചിട്ട് തന്നെ തോൽപ്പിക്കും. അങ്ങനെ ഒരു UDF ഗവൺമെൻറ് 2026 മേയിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയുമില്ല. ആ രീതിയിലുള്ളൊരു പോക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്. അത് പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇവിടെ വന്നാൽ ഭരിക്കുന്നതായിരിക്കും ജിഹാദികളായിരിക്കും. മതരാഷ്ട്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും കാന്തപുരവും തുടങ്ങിയ വിഭാഗങ്ങളാണ് ആ കൈപ്പത്തിൽ. ഞാൻ അന്ന് വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയുടെ 5 ഫിംഗർ എന്ന് പറയുന്നത് ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എങ്ങനെയാണോ രാഷ്ട്രവിഭജനത്തിന് കൊടുത്ത അതേ വാക്കുകളാണ്. PDP ഒരു വിരൽ, SDP ഒരു വിരൽ, അതേപോലെ മുസ്ലിം ലീഗ് ഒരു വിരൽ, അതേപോലെ പോപ്പുലർ ഫ്രണ്ട് വേറൊരു വിരൽ. ഇവരെല്ലാവരും കൂടി ചേർന്നൊരു തന്ത്രമാണ് കേരളത്തിൽ. അതിനാണ് ഷാജി പറഞ്ഞത്, ഇനിയൊരു അധികാരത്തിൽ മുസ്ലിം ലീഗ് വന്നില്ല എങ്കിൽ മുസ്ലിം ലീഗിലുള്ള യുവാക്കൾ പോകും. അതുകൊണ്ടാണ് ഇവിടെ മതമല്ല, അവർ പറയുന്ന മതമല്ല,
നമുക്ക് മുസ്ലിം ലീഗിന് മതമാണ് മതമാണ് മതമാണ്, മതത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളതെന്ന് പറഞ്ഞു. ആ കക്ഷിയുടെ കാൻഡിഡേറ്റാണ്, ആ UDF-ന്റെ കാൻഡിഡേറ്റാണ് വട്ടിയൂർക്കാവിൽ നിൽക്കുന്ന ജനത. അവിടെ ആ രീതിയിലുള്ള പ്രവർത്തന ബാന്ധവം ഭാരതീയ ജനതാ പാർട്ടി ഇറക്കും. അങ്ങനെ അല്ല, വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഉറപ്പാണ്. LDF-ൽ നിന്ന് MLA VK പ്രശാന്ത് തന്നെ തുടരും. പിന്നെ BJP-യിൽ നിന്ന് നടൻ കൃഷ്ണകുമാർ മത്സരിക്കും, ശ്രീലേഖ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുരളീധരനും. അപ്പം അതിശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമായിരിക്കും. പ്രശാന്തിന് അവിടെ മണ്ഡലത്തിൽ പൊതുവേ ഉള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് മുരളീധരൻ വടകര പോയപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രശാന്ത് വരുന്നത്, തിരുവനന്തപുരത്തെ മേയർ സ്ഥാനത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നീടും 21-ലും പ്രശാന്ത് വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് മനഃപൂർവ്വം കൊണ്ടുപോയി കളഞ്ഞ ഒരു സീറ്റാണ് അവർ. കറക്റ്റ്. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്നത് അതിശക്തമായ ത്രികോണ മത്സരം. BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നതായിരിക്കും. കാരണം മുരളീധരനെ പരാജയപ്പെടുത്തുക എന്നുള്ളതൊരു പ്രധാന അജണ്ട തന്നെയാണ്. അല്ല, കളഞ്ഞിട്ട് പോയതാണ്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് കളഞ്ഞിട്ട് പോയ ആളിനെ വീണ്ടും അവിടുത്തെ ജനത സ്വീകരിക്കുമോ? ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്കണം. നമ്മൾ തന്നെ എന്തെങ്കിലും ഒരിടത്ത് ഒരു കാര്യത്തിന് പോയിട്ട് അത് നമ്മൾ നിൽക്കാതെ തിരിച്ചു വരികയാണ് എങ്കിൽ വീണ്ടും നമ്മൾ അവിടെ പോകുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണോ? പുള്ളിയുടെ ഫാദർ ഇതാണ് ചെയ്തത്. ഫക്കീർ ഖാനും ഇദ്ദേഹവും കൂടി നേമത്ത് മത്സരിച്ചു. ഞാൻ ഒരിക്കലും മാളയെ വിടുകയില്ല, മാളയുടെ മാണിക്യമാണ് കരുണാകരൻ. ജനം കരുതിയിരുന്നു. നേമത്ത് വന്നു, മാള തോക്കുമോ ഇല്ലേ എന്ന് പറഞ്ഞു നേമത്ത് മത്സരിച്ചു. അവസാനം തുച്ഛമായ ഫക്കീർ ഖാനോടുകൂടി നല്ലൊരു സ്വാതന്ത്ര്യ സമരസേനയുണ്ട്, ഇഞ്ചോടിഞ്ച് പോരാടി 1600 വോട്ടിനാണ് കരുണാകരൻ ജയിച്ചത്. എന്താ അദ്ദേഹം ആ ഇലക്ഷൻ്റെ ഇത് മാറുന്നതിന് മുമ്പേ അദ്ദേഹം മാളയിൽ ജയിച്ചുകൊണ്ട് ഇവിടെ രാജിവെച്ചു. അതേ അച്ഛൻ്റെ പാതയാണ് കരുണാകരൻ പിന്തുടർന്നത്. ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത മുരളീധരൻ MLA വടകരയ്ക്ക് പോകാൻ വേണ്ടി ഇവിടെ രാജിവെച്ചിട്ട് അവിടെ പോയി. പ്രശാന്തിനെ പോലുള്ളവർ റീ ഇലക്ഷനിൽ ജയിച്ചു. വീണ്ടും ജനത അവിടെ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിരം ഇതാണ്, ഒരു മണ്ഡലത്തിൽ നിൽക്കുക, മത്സരിക്കുക. അപ്പം ജനസേവനത്തിനുപരി അധികാരത്തിൻ്റെ ഹുങ്കിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരം മണ്ഡലങ്ങൾ. അതുകൊണ്ടാണ് നരേന്ദ്രമോദിജി പറയുന്നത്, ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ആൾ രാജിവെച്ച് വേറൊരു സ്ഥലത്ത് പോവുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ പാർലമെൻറ്റിനകത്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. ഒരൊറ്റ രാജ്യം, ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, ജനങ്ങളോടെതിരെ വെല്ലുവിളി. ജനസേവനത്തിനാണെങ്കിൽ ചേട്ടാ എന്തിനാണ് ഇയാൾ രാജിവെച്ചിട്ട് MP പാർലമെൻറ്റിൽ പോണത്? കോൺഗ്രസ് അധികാരത്തിൽ വരും, പാർലമെൻറ്റിൽ ഒരു മന്ത്രിയാകാമെന്ന് പറഞ്ഞല്ലേ ഇദ്ദേഹം പോയത്. അവസാനം കൈ ഇരുന്നതും പോയി, കടിച്ച് പിടിച്ചതും പോയി, കക്ഷത്തിരുന്നതും പോയി. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിനൊരു MLA തിരുവനന്തപുരത്ത് കൂടുതൽ ഉണ്ടാക്കി കൊടുത്തു. ആ വട്ടിയൂർക്കാവിലുള്ള ജനത പല പ്രോഗ്രാമിനും പല കമ്മിറ്റികൾക്കും പല സാംസ്കാരിക പരിപാടിയിലും പോയതുകൊണ്ട് എനിക്കറിയാം. ഇനി മുരളീധരനെ വട്ടിയൂർക്കാവ് സ്വീകരിക്കുവാൻ തയ്യാറാകുകയില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങളനുസരിച്ച് MLA-യുടെ വീട് പ്രശ്നവും അല്ലാതൊരു പൊതുപരിപാടിയിൽ ജനങ്ങളെ തടഞ്ഞതും എല്ലാം കൊണ്ടും അവിടെ കിട്ടിയ കൗൺസിലർമാരുടെ കണക്കനുസരിച്ചും വോട്ടിംഗ് പാറ്റേജ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അസംബ്ലിയും ഇപ്പോഴത്തെ കോർപ്പറേഷനിലെ കൗൺസിലർമാരും വെച്ച് വട്ടിയൂർക്കാവ് മണ്ഡലം BJP-ക്കാണ് സാധ്യത. ആ സാധ്യത തള്ളുവാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു അജണ്ടയാണ് മുരളീധരനെ വട്ടിയൂർക്കാവിൽ നിർത്തണം. ഇത് നമ്മൾ രാഷ്ട്രീയം പറയുന്നു എങ്കിൽ തന്നെയും ഇവർ തമ്മിൽ BJP-ക്ക് എത്ര സീറ്റ് കുറയ്ക്കാമെന്നാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇടതുപക്ഷവും LDF UDF പറഞ്ഞത് BJP കേരളത്തിൽ ഒന്നുമല്ല എന്ന്. BJP ഒന്നുമല്ല. ഇവിടുത്തെ മത്സരം ഇടതുപക്ഷം, UDF, LDF. ഇപ്പോൾ പറഞ്ഞു തുടങ്ങി ചില മണ്ഡലങ്ങളിൽ UDF-ഉം BJP-യും ആണെന്ന്. LDF-കാർ പറയുന്നു ചില മണ്ഡലങ്ങളിൽ LDF-ഉം BJP-യുമാണ് മത്സരമെന്ന്. അങ്ങനെ പറഞ്ഞിപ്പോൾ കേരളത്തിലെ മെയിൻ മുന്നണി സംവിധാനത്തിലേക്ക് NDA വന്നിരിക്കുന്നു. ആ NDA വന്നതിൻ്റെ ഒരു ഗുണമുള്ളത് കൊണ്ടാണ് വട്ടിയൂർക്കാവിൽ ഇത്രയും കോർപ്പറേഷൻ സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി കിട്ടിയത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജി ഒന്നാമത് വന്നു. അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് പാറ്റന്റ് വർദ്ധിപ്പിക്കുവാൻ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ മറ്റ് രണ്ട് LDF UDF-നേക്കാൾ കൂടുതൽ കൗൺസിലർമാർ
തിരുവനന്തപുരം നഗരസഭയ്ക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് സംഭാവന ചെയ്തു. അതുകൊണ്ട് 50,000-ൽ കൂടുതൽ വോട്ട് കൗൺസിൽ വന്നതുകൊണ്ട് മുരളീധരനെ ഇനി അത് രാജിവെക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ജയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് രാജിവെക്കില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് നേമത്ത് അച്ഛനുണ്ടായ അതേ ഒരു അനുഭവം വട്ടിയൂർക്കാവിലെ ജനത തിരിച്ചു കൊടുക്കും. സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ 8 നിലയിൽ ശ്രീമാൻ കെ മുരളീധരൻ തോക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.